ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ്റെ പേര് മൊബിക്വിക്ക് എന്നാണ്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ മൊബിക്വിക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കും. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എൻ്റെ മൊബൈലിൽ. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾക്ക് മൊബൈൽ ബില്ല് പേ ചെയ്യാൻ സാധിക്കും. അതേപോലെ പോസ്റ്റ് പെയ്ഡ്, പ്രീപെയ്ഡ് ബില്ലുകൾ നമുക്ക് പേ ചെയ്യാൻ സാധിക്കും. കുറേ ക്യാഷ് ബാക്ക് ഓഫറുകൾ ഈ ആപ്ലിക്കേഷൻ നമുക്ക് തരുന്നുണ്ട്. അതായത് നമ്മളെല്ലാവരും ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ്, സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കടയിൽ പോയി ചിലപ്പം അവിടെ ക്യൂ നിന്ന് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തൊക്കെ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്നവരാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ സ്വന്തമായിട്ട് നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ ഒക്കെ മൊബൈലുകൾ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ ബിൽ പേ ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ്. ഞാനിവിടെ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. മൊബിക്വിക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. നോക്കുക, ഇവിടെ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഇവിടെ മൈ വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് 4 ഓപ്ഷനുകൾ ലഭിക്കും. അക്കൗണ്ട് ഡീറ്റെയിൽസ് ലഭിക്കും, അതേപോലെ റീഡം പോയിന്റ്സ്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും. ആദ്യം നിങ്ങൾക്ക് മൊബൈൽ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനായിട്ട് റീചാർജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നോക്കുക, ഇവിടെ DTH നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇലക്ട്രിസിറ്റി, ഡേറ്റ കാർഡ്, ലാൻഡ് ലൈൻ, ഗ്യാസ്, ഇൻഷുറൻസ്, വാട്ടർ തുടങ്ങിയ ഒട്ടുമിക്ക കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചാർജ് ചെയ്യാനും അതേപോലെ തന്നെ ബിൽ പേ ചെയ്യാനുമായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ മൊബൈൽ ആണ് ചാർജ് ചെയ്യേണ്ടതെങ്കിൽ മൊബൈൽ നമ്പർ ഈ കാണുന്ന ഈ ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ DTH ആണ് ചാർജ് ചെയ്യണമെങ്കിൽ DTH എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓപ്പറേറ്റർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സബ്സ്ക്രൈബർ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എത്ര എമൗണ്ട് ആണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഏതെങ്കിലും പ്രൊമോ കോഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പ്രൊമോ കോഡ് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു മൊബൈൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു നമ്പർ ടൈപ്പ് ചെയ്തു. അതിനുശേഷം എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക. 10 rupees ഞാനിവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ എൻ്റെ പ്രൊമോ കോഡ് ഇപ്പോൾ ഇല്ല. പ്രൊമോ കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആണോ ക്യാഷ് ബാക്ക് അതിൽ പറഞ്ഞിരിക്കുന്നത് അത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബിക്വിക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ബാക്ക് വരുന്നതാണ്. ഞാനിവിടെ ഒന്നും പ്രൊമോ കോഡ് ഇല്ലാതെ തന്നെ റീചാർജ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഒന്ന് സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതേപോലെ സൈൻ അപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. സൈൻ അപ്പ് ചെയ്യാനായിട്ട് ഈ ആപ്ലിക്കേഷനിൽ നിങ്ങളൊരു മൊബൈൽ നമ്പർ കൊടുക്കുക, ഒരു ഇമെയിൽ ID കൊടുക്കുക. മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് OTP 1 ടൈം പാസ്വേഡ് വരും. അതിൽ വരുന്ന കോഡ് നിങ്ങളിതിൽ വെരിഫിക്കേഷൻ കൊടുക്കുക. നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്. ഇവിടെ സൈനപ്പിൽ ഇത്രയും മാത്രമേ ചെയ്യാനുള്ളൂ. ഞാനിവിടെ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്ത് കാണിച്ചു തരാം. സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇതിൽ സൈൻ ഇൻ ആയി. ഞാനിവിടെ ഒരു നമ്പറും കൊടുത്തു. ഇനി റീചാർജ് ചെയ്യാനായിട്ട് റീചാർജ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റെ ഓൾറെഡി ഇവിടെ എമൗണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. വീണ്ടും കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സേവ്ഡ് കാർഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ സേവ് ചെയ്തിരിക്കുന്ന കാർഡാണ്. ഓൾറെഡി ഞാൻ ഇതിലൂടെ റീചാർജ് ചെയ്യുന്ന കാർഡാണ് ഇവിടെ കാണുന്നത്. അതല്ലാതെ തന്നെ അതർ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, നിങ്ങളുടെ കയ്യിൽ ഡെബിറ്റ് കാർഡ് ആണുള്ളതെങ്കിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ATM കാർഡിൻ്റെ മുകളിലുള്ള കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിലുള്ള എക്സ്പയറി ഡേറ്റ് ഈ കാണുന്ന എക്സ്പയറി മന്ത് എന്നുള്ള ഈ ഭാഗത്ത് ടൈപ്പ് ചെയ്യുക. അതേപോലെ എക്സ്പയറി ഇയർ എന്നുള്ളത് ഇയർ ടൈപ്പ് ചെയ്യുക. CVV നമ്പർ, ഇത് ATM കാർഡിൻ്റെ പുറകിലായിട്ട് കാണുന്ന ഒരു 3 അക്കമുള്ള നമ്പറാണ്. അതിവിടെ ടൈപ്പ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെയായിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, സേവ് മൈ കാർഡ് ഫോർ ഫർദർ യൂസ്. അത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതിൽ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. സേവ് ചെയ്തിരിക്കുന്ന കാർഡിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനോ മറ്റ് ബില്ലുകൾ പേ ചെയ്യാനോ സാധിക്കും. ഇവിടെ പേ നൗ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ആദ്യമായിട്ട് മൊബൈൽ ഉപയോഗിച്ച് ATM കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിന് 1-2 സ്റ്റെപ്പുകളുണ്ട്. അത് നിങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതുപോലെ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ് ആവും. പിന്നെ അടുത്ത ടൈമിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ ആ കൊടുത്ത പാസ്വേഡ് ഏതാണോ ആ പാസ്വേഡ് ഉപയോഗിച്ചായിരിക്കും
പേയ്മെന്റ് ചെയ്യേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഇതിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ കൊടുക്കാൻ പോകുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് വരും. ആ പാസ്വേഡ് ഉപയോഗിച്ചായിരിക്കും പിന്നെയുള്ള നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷനും നടക്കുന്നത്. 1 ടൈം പാസ്വേഡ് വരുന്നത് ഏകദേശം 10 മിനിറ്റ് മാത്രമേ അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ 10 മിനിറ്റിനുള്ളിൽ ആ പാസ്വേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇത് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ചാർജിങ് പ്രോസസ്സിംഗ് ആണ്. അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള വളരെ സെക്യൂർ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ കയ്യിലുള്ളിടത്തോളം കാലം, അതായത് ആ നമ്പർ നിങ്ങളുടെ കയ്യിലുള്ളിടത്തോളം കാലം മറ്റാര് ശ്രമിച്ചെന്ന് കഴിഞ്ഞാലും 1 ടൈം പാസ്വേഡ് കൊടുക്കാതെ നിങ്ങളുടെ ബാങ്കിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്യാനോ പേയ്മെന്റ് ചെയ്യാനോ സാധിക്കത്തില്ല. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ബാക്ക് ചെയ്യുകയാണ്. അതിനുശേഷം അടുത്ത ഒരു ഓപ്ഷൻ ഓഫേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, മൈ ഡീൽ, ഓഫർ ഇൻ യുവർ സിറ്റി, ഓൺലൈൻ ഓഫേഴ്സ്, അങ്ങനെ കുറേ ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഓഫറുകൾ കാണാൻ സാധിക്കും. മൊബിക്വിക്ക് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷന്റെ ഓഫറുകൾ കാണാൻ സാധിക്കും. നോക്കുക, അപ് ടു 350 ക്യാഷ് ബാക്ക് ഓൺ പ്രീപെയ്ഡ് റീചാർജ്. അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. ഇതിവിടെ നിന്ന് നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ ചാർജ് ചെയ്യുന്നതിന് മുമ്പ് നോക്കുക. അതിനുശേഷം നിങ്ങൾ ചാർജ് ചെയ്യുക, നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. ബസ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ബാലൻസ് കാണാൻ സാധിക്കും. അതേപോലെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മൊബിക്വിക്ക് വാലറ്റിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഇതിൽ ആഡ് മണി എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പണമാണോ നിങ്ങളുടെ ബാങ്കിൽ നിന്നും വാലറ്റിലേക്ക്, അതായത് മൊബിക്വിക്ക് വാലറ്റിലേക്ക് ആഡ് ചെയ്യേണ്ടത്, അത് ഇവിടെ ഒന്നും ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ബാങ്കിലൂടെ ട്രാൻസാക്ഷൻ നടത്താതെ മൊബിക്വിക്ക് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങൾക്ക് മൊബൈൽ റീചാർജ് ചെയ്യുകയോ ബിൽ പേയ്മെന്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ടോട്ടൽ ബാലൻസ് 0 ആണ് കാണിക്കുന്നത്. അതേപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഏൺ ക്വിക്ക്ലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്ലേ ആൻഡ് ഏൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നോക്കുക, ഇവിടെ ഓരോ ദിവസവും നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രൊമോ കോഡ് ലഭിക്കും. ഇവിടെ നോക്കുക, യൂസ് പ്രൊമോ കോഡ്, ഇന്നത്തെ പ്രൊമോ കോഡാണിത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഏത് ബിൽ പേയ്മെന്റ് ചെയ്താലും 5 രൂപ എനിക്ക് എൻ്റെ മൊബിക്വിക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഓരോ ദിവസം ഓരോ ഗെയിമാണ് വരുന്നത്. അത് നിങ്ങൾ ഒരു സെക്കൻഡ് 2 സെക്കൻഡത്തെ കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും. ഇത് നോക്കുക, 11 മണിക്കൂർ ഇനിയുണ്ട് അടുത്ത അറ്റംപ്റ്റിന് വേണ്ടി. ഞാൻ ഇവിടെ നിന്ന് ബാക്ക് ചെയ്യുകയാണ്. ഇനി മറ്റൊരു കാര്യം, ഏൺ ക്വിക്ക്ലി എന്നുള്ള ഈ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് റെഫർ ആൻഡ് ഏൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നോക്കുക, ഇൻവൈറ്റ് ഫ്രണ്ട് ടു മൊബിക്വിക്ക് വാലറ്റ്, വെൻ ഫ്രണ്ട് ആഡ് 100 ദേ ഗെറ്റ് 75, യു ഗെറ്റ് 75. അതായത് നമ്മൾ ആരെങ്കിലും മൊബിക്വിക്ക് വാലറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ, മൊബിക്വിക്ക് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിൽ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് 100 റുപ്പീസ് മൊബിക്വിക്ക് വാലറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്കാണ് 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് 75 രൂപ ലഭിക്കും. 100 ഇടുമ്പോൾ 175 രൂപ ലഭിക്കും. എക്സ്ട്രാ 75 റുപ്പീസ് ലഭിക്കും. അത് നമുക്ക് പിന്നെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം. അതേപോലെ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്യുന്ന ആൾക്കും 75 രൂപ ലഭിക്കും. അത് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇൻവൈറ്റ് ഫ്രണ്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇവിടെ ലഭിക്കും. ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. പേയ്മെന്റ് കറക്റ്റ് പേയ്മെന്റ് ആയിരിക്കും ഇതിൻ്റെ അകത്ത്. ഞാൻ ഇതുവരെ പേയ്മെന്റ് ചെയ്തിട്ട് എനിക്കിതിൽ പേയ്മെന്റ് ലഭിക്കാതിരുന്നിട്ടില്ല. കസ്റ്റമർ സപ്പോർട്ടും ഇതിന് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ കസ്റ്റമർ സപ്പോർട്ടിൽ മെസ്സേജ് അയക്കാൻ സാധിക്കും. അവരുടൻ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അഥവാ നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാർജ് ആയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ബാങ്കിൽ നിന്ന് പണം ട്രാൻസ്ഫർ ആയി എന്നാൽ നിങ്ങളുടെ മൊബൈൽ ചാർജ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണം ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ മൊബിക്വിക്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പണം തിരികെ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഒരുപാട് ഓഫറുകളും ഒരുപാട് ക്യാഷ് ബാക്ക് ഓഫറുകളും ഒക്കെയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ആപ്ലിക്കേഷനുകൾ പലരും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് പലർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഈ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുന്നത്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർക്ക് ഈ വീഡിയോ എത്ര കണ്ട് ഇഷ്ടപ്പെടും എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും ഇതിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കും. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.